ചെമ്മീൻ ഉണ്ടാക്കിയത്. നമ്മളെ മക്കളൊരാഗ്രഹം പറഞ്ഞാൽ നമ്മളല്ലേ ഇത് ചെയ്ത് കൊടുക്കണ്ടല്ലേ. അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കിയാലോ. ചെമ്മീൻ ബിരിയാണിക്ക് ആദ്യം ചെമ്മീൻ നന്നായി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഉള്ളിലെ നൂലും എല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, നമ്മുടെ മക്കളുടെ എരിവിന് ആവശ്യത്തിന്, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് ഈ ചെമ്മീന് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഒരു 2 കറിവേപ്പിലയും കൂടി ഇടാം. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഗ്യാസ് ഓണാക്കി നമ്മൾ ഉണ്ടാക്കുന്ന ആ പാത്രം വെച്ച് അത് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച്, പിന്നെ നമുക്ക് ആദ്യം നമ്മുടെ ബിരിയാണിയിലേക്കുള്ള സവോള നന്നായിട്ട് കനം കുറഞ്ഞിട്ട് വേണം. ഞാനാക്കിയത് അത്ര കനം കുറഞ്ഞിട്ടൊന്നുമില്ല, പിള്ളേർ പെട്ടെന്ന് പറഞ്ഞ കാരണം ഉണ്ടാക്കിയപ്പോഴും നന്നായി കനം കുറച്ച് അരിഞ്ഞ് ഇത് ഒരു ബ്രൗൺ കളറാവുന്നവരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് അതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റി ആ ഓയിലിൽ തന്നെ നമുക്ക് മുന്തിരിയും അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം. അതും നന്നായി ഒന്ന് ഇളക്കി നല്ലൊരു ബ്രൗൺ കളറാവണ വരെ വഴറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ച് അതിലേക്ക് ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. നന്നായി വറുക്കണമെന്നില്ല, ചെറുതായിട്ടൊന്ന് വറുത്ത് അതും കോരി മാറ്റി വയ്ക്കാം. ശരിക്കും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വലിയ ചെമ്മീൻ വേണം. കറി വയ്ക്കാനായിട്ട് കൊണ്ടുവന്ന ചെമ്മീനാണ്. മക്കൾ പെട്ടെന്ന് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ്. അതിലേക്ക് കുറച്ചും കൂടെ നമുക്ക് ഓയിൽ ഒഴിച്ചിട്ട് സബോള, ഈ ചെമ്മീൻ്റെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള സബോള ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സബോള ഒന്ന് വാടാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. സബോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ലൊരു ബ്രൗൺ കളറാവണ വരെ വഴറ്റി സബോള നന്നായി വഴണ്ട് വരണം. അതിലേക്ക് ഇഞ്ചി പച്ചമുളക് പേസ്റ്റും വെളുത്തുള്ളി കൂടിയിട്ട് നന്നായിട്ട് ആ ഒരു പച്ചമണം വിട്ടു പോകുന്നവരെ നന്നായിട്ട് ഇളക്കാം. പിന്നെ ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളത്, ആ ഒരു തക്കാളി അതിലേക്കിട്ട് അതും നന്നായിട്ട് വാടി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ചെമ്മീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിലേക്ക് 2 കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ, നമ്മൾ ആദ്യം മുളക് പൊടി അതിൽ ചെമ്മീനിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മുളക് പൊടി മാത്രമേ ഞാൻ ഇതിലിട്ടിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 1/4 ടീസ്പൂണും കൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നമുക്ക് കറി മാറ്റി വയ്ക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് ആ പാത്രത്തിൽ ആ കറി ഒന്ന് പരത്തിയിട്ടിട്ട് അതിലേക്ക് നമ്മൾ റൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പരത്തിയിട്ട് അതിൻ്റെ വീട്ടിൽ നമ്മൾ മാറ്റി വെച്ച വീണ്ടും ആ ചെമ്മീൻ്റെ കറി റോസ്റ്റ് ഇട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക. വീണ്ടും അടുത്ത ലെയറായിട്ട് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കാം. അത് ഞാനിപ്പോൾ സ്പൈസസും കുറച്ച് ക്യാരറ്റൊക്കെ ചേർത്തിട്ടുണ്ടാകുന്നില്ല, നമ്മളെ മക്കളുടെ വയറ്റിൽ ആ വെജിറ്റബിൾസൊക്കെ ചെന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അതിൻ്റെ മേലിൽ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ച സബോളയും അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, നെയ്യ്, പിന്നെ കുറച്ച് പൈനാപ്പിൾ എസൻസും കൂടെ ഒഴിച്ചിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. എന്നിട്ട് നന്നായിട്ട് അടച്ച് ഒരു 15 മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. അത് കഴിഞ്ഞ് തുറക്കുമ്പോഴുണ്ടാകും അതിൻ്റെ സ്മെല്ല്, അത് കേട്ടാൽ അടിപൊളി സ്മെല്ലാണ്. നമുക്ക്
കഴിക്കാൻ തുടങ്ങി. പിള്ളേർക്കൊക്കെ കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമായി. സ്കൂളിലേക്കൊക്കെ ഇനി ഇത് വേണമെന്ന പ്രോൺസ് ബിരിയാണി വേണമെന്നാണ് പറയണത്. പക്ഷെ അവരുടെ സ്കൂളിൽ നോൺ വെജ് ഒന്നും അലൗഡ് അല്ല. ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇങ്ങനെ ഓൺ വോയിസ് ഇട്ട് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ വരും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എനിക്ക് എങ്ങനെയാണ് പറയണ്ടതെന്നൊന്നും അറിയില്ല.